കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ ഈ വർഷത്തെ പുസ്തകോത്സവം മെയ് 16, 17, 18 തീയതികളിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 50-ലേറെ പ്രസാധകരുടെ 100ഓളം സ്റ്റാളുകൾ പുസ്തകമേളയിൽ ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. This news sponsored by Britco and Britco, Nalapad UK Mart, Old Bus Stand, Kasaragod. Phone 9947 622 000 8451 886888 9947 6200 00. 3 ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തകോത്സവത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രസാധകരുടെ മികച്ചതും ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയതുമായ പുസ്തകങ്ങൾ ഗ്രന്ഥശാലകൾക്കും പൊതുജനങ്ങൾക്കും വിലക്കിഴിവോടെ ലഭ്യമാകും. 14.5 കോടി രൂപയാണ് കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് ലൈബ്രറി കൗൺസിൽ പുസ്തകങ്ങൾ വാങ്ങാൻ ഗ്രാന്റായി നൽകുന്നത്. കാസർഗോഡ് ജില്ലയിലെ 478 ഗ്രന്ഥശാലകൾക്ക് 85 ലക്ഷം രൂപയാണ് പുസ്തക ഗ്രാന്റ്. അത്യുത്തര കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിസ്തൂലമായ പങ്കുവഹിച്ച വിദ്വാൻ കെ നായരുടെ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ സജ്ജീകരിക്കുന്ന നഗരിയിലാണ് ഇത്തവണ പുസ്തകമേള നടത്തുന്നത്. അതുപോലെ തന്നെ ഈയിടെ വിട്ടുപിരിഞ്ഞ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നേതാവ് ജി അംബുജാക്ഷന്റെ പേരിലുള്ള നഗരിയിലാണ് സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുക. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ 14 കോടി രൂപയാണ് ഗ്രന്ഥാലയങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിനുള്ള ഗ്രാന്റായി അനുവദിക്കുന്നത്. നമ്മുടെ ജില്ലയിലെ 478 ഗ്രന്ഥാലയങ്ങൾക്ക് 85 ലക്ഷം രൂപയാണ് ഗ്രാന്റ് ഇനത്തിൽ പുസ്തകങ്ങൾ വാങ്ങിക്കാനുള്ള സഹായം എന്നുള്ള നിലയിൽ ലഭ്യമാകുന്നത്. ജില്ലയിൽ വളരെ ഭംഗിയായി തന്നെ പുസ്തകോത്സവം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. 60-ന് മുകളിൽ പ്രസാധകരുടെ 80ഓളം സ്റ്റാളുകൾ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സജ്ജീകരിക്കാറുണ്ട്. മെയ് 16 രാവിലെ 10:30 ഇ ചന്ദ്രശേഖരൻ MLA പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ അധ്യക്ഷയാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പുസ്തകം എത്ര കാലം എന്ന വിഷയത്തിൽ EP രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ വിദ്വാൻ കെ നായർ ജന്മശതാബ്ദി അനുസ്മരണം നടത്തും. വിവിധ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PVK പനയാൽ പ്രകാശനം ചെയ്യും. വൈകിട്ട് 4 മണിക്ക് ഭാഷ, സംസ്കാര വൈവിധ്യം, പ്രതിരോധവും അതിജീവനവും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച. ഡോക്ടർ AM ശ്രീധരൻ മോഡറേറ്ററാകും. ഡോക്ടർ C ബാലൻ, നാലപ്പാടം പത്മനാഭൻ, ഡോക്ടർ KV സജീവൻ, വനിത R ഷെട്ടി എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. 6 മണിക്ക് നടക്കുന്ന ONV കവിത ആലാപന മത്സരം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിഭാഗത്തിനാണ് മത്സരം. മെയ് 17 രാവിലെ 10 മണിക്ക് ഉറൂബിന്റെ ചെറുകഥ ഭഗവാന്റെ അട്ടഹാസം റീഡിംഗ് തിയേറ്റർ സംഗീതത്തിൽ അവതരിപ്പിക്കും. റീഡിംഗ് തിയേറ്റർ കലാകാരന്മാരെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു ആദരിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലയിലെ മുഴുവൻ ലൈബ്രറിയന്മാരും പങ്കെടുക്കുന്ന ലൈബ്രറിയൻ സംഗമവേദി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 മണിക്ക് പൊതുവിഭാഗത്തിനായി P ജയചന്ദ്രൻ പാടിയ ചലച്ചിത്ര ഗാനങ്ങളുടെ ആലാപന മത്സരം കവി CM വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ദിവസമായ മെയ് 18 രാവിലെ 11 മണിക്ക് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച നാടകോത്സവത്തിൽ 1ാം സമ്മാനം നേടിയ കാസർഗോഡ് ജില്ലാ നാടക സംഘാംഗങ്ങളെയും സംസ്ഥാന വായനാ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ K പൃഥ്വിരാജിനെയും N വൈഷ്ണവിയെയും അനുമോദിക്കും. നാടക സംവിധായകൻ V ശശി ഉപഹാര സമർപ്പണം നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം നാടകകൃത്ത് രാജ്മോഹൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ, സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ, സംസ്ഥാന കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം T രാജൻ, ഹോസ്തൃക താലൂക്ക് കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ, സുനിൽ പട്ടേന, പപ്പൻ കുട്ടമത്തി എന്നിവരാണ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി പുസ്തകോത്സവം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.